പൊന്നാനി മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി പി.വി. അൻവറിന്റെ ചിഹ്നം സംബന്ധിച്ച വിവാദം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിലെത്തി. അപരനായി മത്സരിക്കുന്ന പി.വി. അൻവറിന്റെ ചിഹ്നം വെച്ച് ഇടത് സ്ഥാനാർത്ഥിയുടേതെന്ന് പറഞ്ഞ് യു.ഡി.എഫ് പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നതായാണ് പരാതി. കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന വി. അബ്ദുറഹ്മാന്റെ കപ്പും സോസറും ചിഹ്നം ഇത്തവണ അപരന് ലഭിച്ചതാണ് ആശയക്കുഴപ്പത്തിനും വിവാദത്തിനും കാരണം. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി.വി. അൻവർ ഓട്ടോറിക്ഷ ചിഹ്നമാണ് ആവശ്യപ്പെട്ടത്. ഒന്നിലധികം സീറ്റിൽ മത്സരിക്കുന്ന പ്രാദേശിക പാർട്ടി എന്ന നിലയിൽ എസ്.ടി.പി.ഐക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓട്ടോറിക്ഷ നൽകി. കപ്പും സോസറുമായിരുന്നു പി.വി. അൻവറിന്റെ രണ്ടാമത്തെ ചോയ്സ്. അപരൻ പി.വി. അൻവറും ഈ ചിഹ്നം തന്നെ ചോദിച്ചു. രണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായതുകൊണ്ട് നറുക്കിട്ടപ്പോൾ അപരൻ പി.വി. അൻവറിനാണ് കപ്പും സോസറും കിട്ടിയത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇടത് സ്ഥാനാർത്ഥി പി.വി. അൻവറിന്റെ ഫോട്ടോയ്ക്കൊപ്പം അപരന്റെ പേരും ചിഹ്നവും വെച്ച് വലിയ തോതിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. ഇതിനു പിന്നിൽ യു.ഡി.എഫ് പ്രവർത്തകരാണെന്ന് ആരോപിച്ചാണ് പി.വി. അൻവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ലീഗിനെ സംബന്ധിച്ച് അവർ പരാജയപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെ ഇതാണ്. കാരണം കാസർഗോഡ് നിൽക്കുന്ന ഒരു പി.വി. അൻവറിനെ കൂടുന്ന ഇവിടെ മത്സരിപ്പിച്ച് എൻ്റെ ഫോട്ടോവും അതിൻ്റെ ചിഹ്നം ഇട്ട് പ്രചരിപ്പിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ലീഗ് എത്തിയിട്ടുണ്ടെങ്കിൽ ലീഗ് തോറ്റുന്നല്ലേ ഓർത്ത്. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ചിഹ്നം കത്രികയാണ്. അത് ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കാനുള്ള സംവിധാനം ഇടതുപക്ഷ മുന്നണിക്കുണ്ട്. കഴിഞ്ഞ തവണ വി. അബ്ദുറഹ്മാൻ പൊന്നാനിയിൽ നിന്ന് മത്സരിച്ചപ്പോഴും നിയമസഭയിലേക്ക് താനൂരിൽ നിന്ന് മത്സരിച്ചപ്പോഴും കപ്പും സോസറുമായിരുന്നു ചിഹ്നം. അതുകൊണ്ട് വ്യാജ പ്രചരണം വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന പേടി LDF ക്യാമ്പിനുണ്ട്. വിഘ്നേഷ് പെരുവള്ളൂരിനൊപ്പം റാഹീസ് റഷീദ്, മീഡിയ 1, പൊന്നാനി.